പിതാവിനു സങ്കീർത്തനമേ, ആനന്ദ പിതാവിനു സങ്കീർത്തനമേ. ആദിയിലെ പോൽ ഇന്നും എന്നേക്കുമേ, ആദിയിലെ പോൽ ഇന്നും എന്നേക്കുമേ. ആനന്ദരക്ഷകനു സങ്കീർത്തനമേ, ആനന്ദരക്ഷകനു സങ്കീർത്തനമേ. ആദിയിലെ പോൽ ഇന്നും എന്നേക്കുമേ, ആദിയിലെ പോൽ ഇന്നും എന്നേക്കുമേ. അത്ഭുത പ്രിയകനു സങ്കീർത്തനമേ, അത്ഭുത പ്രിയകനു സങ്കീർത്തനമേ. ആദിയിലെ പോൽ ഇന്നും എന്നേക്കുമേ, ആദിയിലെ പോൽ ഇന്നും എന്നേക്കുമേ. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, തിരുസന്നതിയിൽ വിവിധ ഇടങ്ങളിലായിരുന്ന് പ്രാർത്ഥനയോടെ ബലപ്പെടുവാനും പരിശുദ്ധനാകുന്ന ദൈവത്തെ ആരാധിപ്പാൻ അവിടുന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ശക്തീകരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുവാനും ഈ ആരാധനയിലൂടെ ആരാധനയുടെ നന്മയും വിടുതലും അനുഗ്രഹവും ലഭ്യമായി തീരുന്ന നിമിഷങ്ങളാക്കി അവിടുന്ന് വഴി നടത്തണമേ. ആരാധനയുടെ വിവിധ ഭാഗങ്ങളിൽ തിരുസാന്നിധ്യവും കൃപയും കൂടിയിരിക്കണമേ. ഇന്നത്തെ വചന കേൾവിയും ഞങ്ങൾക്ക് അവിടുന്ന് അനുഗ്രഹിച്ച് പ്രദാനം ചെയ്താലും ദൈവം നടത്തുന്ന വിധങ്ങളിലൂടെ ബലപ്പെടുവാനും പുതുബലത്തോടും പ്രത്യാശയോടും കൂടെ ബലപ്പെടുന്ന നിമിഷങ്ങളായി തീരുവാൻ ഈ ആരാധന മുഖാന്തരമാക്കി തീർക്കണമേ. പ്രാർത്ഥനയോടെ ഞങ്ങൾ ആരംഭിക്കുന്നു. തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്ന് ബലപ്പെടുത്തിയാലും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 248 ഗീതം നമുക്ക് പാടാം. യേശുവിൽ തന്നെ തന്നിരക്തത്തിൽ മാത്രം ഞാൻ നമ്പൊല്ലാമാറ്റുന്നേനെ എൻ യേശു മാത്രം ശരണം പാറയാം ക്രിസ്തുവിനെ പേരും മണൽ മാസുള്ളിടം പേരും മണൽ മാസുള്ളിടം. മാറയ്ക്കുമ്പോൾ തിരുമുഖം മാറാത്തതാം തൻ കൃപയിൽ പൂർണ്ണപ്പോടെ ആശ്രയമേ പാറയം ക്രിസ്തുവിനെ പേരും മണൽ മാസുള്ളിടം പേരും മണൽ മാസുള്ളിടം. സിംഹാസനത്തിൽ ഇരിക്കെ തന്നിനെ മാത്രം ധരിച്ചു മുൻനിൽക്കും ഞാൻ കൂറ്റമെന്നെ പാറയം ക്രിസ്തുവിനെ പേരും മണൽ മാസുള്ളിടം പേരും മണൽ മാസുള്ളിടം.
സ്തുതിലിത്താനികളാൽ നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ആരാധനക്രമം 4-ാം പുറം 2-ാം ഭാഗം. ആരാധനക്രമം 4-ാം പുറം 2-ാം ഭാഗം. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. സർവഭൂമിയും തിരുസന്നിധിയിൽ മൗനമായിരിക്കട്ടെ. തിരുമുമ്പിലും ബലവും ശോഭയും അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലും ഉണ്ട്. ഞാനോ അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് പ്രവേശിക്കും. അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ അങ്ങയിലുള്ള ഭക്തിയോടെ ആരാധിക്കും. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. കർത്താവേ, എന്റെ അതിരുകളെ തുറക്കണമേ. എന്നാൽ എന്റെ വായ് അങ്ങയുടെ സ്തുതി വർണ്ണിക്കും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടുന്നതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസനസന്നതയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. അനുതാപ പ്രാർത്ഥനകൾക്കായി നമുക്ക് തിരുസന്നിധിയിൽ വിനയപ്പെടാം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ജീവിതത്തിൽ വന്നുപോയ ബലഹീനതകളെ ഉണർന്ന് അനുതാപത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വാക്കുകളിൽ, ചിന്തകളിൽ, സംസാരങ്ങളിൽ വചനത്തിന് ചേർച്ചയില്ലാത്ത ഏതെങ്കിലും പ്രവർത്തനങ്ങളോ പ്രവൃത്തികളോ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ കുറവുകളെ ഉണർന്ന് അനുതാപത്തോടെ തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനക്രമം 10-ാം പുറത്ത് മധ്യഭാഗത്ത് കാണുന്ന പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യം നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവലോകത്തിന്റെ പാപത്തിനും തന്നെ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ കരുതിയ വിധങ്ങളെയും മുഖാന്തരങ്ങളെയും ഓർത്ത് തിരുസന്നിധിയിൽ നമുക്ക് സ്തോത്രം കരയേറ്റാം. ആരാധനക്രമം 15-ാം പുറത്ത് കാണുന്ന സ്തോത്ര ലിത്താനി. ഓരോ സ്തോത്ര പ്രാർത്ഥനയുടെയും പിന്നാലെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു എന്ന് പ്രതിവാക്യമായി നമുക്ക് സ്തോത്രം കരയേറ്റാം. നിത്യനായ ദൈവമേ, അങ്ങ് നീതിയും വിശുദ്ധിയും സ്നേഹവും ഉള്ളവനാകിയാൽ
ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് സകലത്തെയും ഭരിക്കുന്നതുകൊണ്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ക്രിസ്തയേശുവിൽ ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. മാതാപിതാക്കന്മാർ, മക്കൾ, ദമ്പതികൾ, സഹോദരി സഹോദരന്മാർ മുതലായി പല വിധത്തിൽ നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. സഭാ ശുശ്രൂഷകർ, ബോധകന്മാർ, അധ്യാപകന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, തൊഴിലാളികൾ, മറ്റു സുഹൃത്തുക്കൾ എന്നിവർക്കായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിനും ഭരണ സംവിധാനത്തിനും വേണ്ടി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ആടുമാടുകൾ, മഴ, വെയിൽ, നിലം, പുരയിടം, മറ്റുപജീവന മാർഗങ്ങൾ എന്നിവയ്ക്കായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ദിനംപ്രതിയുള്ള ആഹാരം, വസ്ത്രം, വാസസ്ഥലം എന്നീ നന്മകൾക്കായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവയ്ക്കായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരുന്നതിനായും പ്രതിസന്ധികളിൽ ദൈവ നടത്തിപ്പ് ലഭിച്ചതിനായും ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ഞങ്ങളെ രക്ഷിക്കുന്നതിന് ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് ജീവിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ് വീണ്ടും ജീവിക്കുന്നതിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ദൈവോജനമെന്ന വിശിഷ്ട ദാനത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ദൈവം നമുക്ക് നൽകുന്ന പാപക്ഷമയ്ക്കായും ക്രിസ്തുവിൽ ലഭിക്കുന്ന സമൃദ്ധിയായ ജീവനായും ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. നാം അനുഭവിക്കുന്ന നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവായ ദൈവമേ, അങ്ങയുടെ നന്മയിൽ എല്ലായ്പ്പോഴും ആശ്രയിക്കാൻ ഞങ്ങൾ കൃപ ചെയ്യണമേ. അങ്ങ് ഞങ്ങൾക്ക് സദാ സമീപസ്ഥനാകുന്നുവെന്നും അവിടുത്തെ സ്നേഹം ഞങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല എന്നും സർവകാലത്ത് നിത്യദൈവം ഞങ്ങളുടെ അഭയസ്ഥാനമാകുന്നെന്നും വിശ്വസിപ്പാൻ കൃപയരണമേ. തികഞ്ഞ പരമാർത്ഥതയോടെ അവിടുത്തെ പിന്തുടരുവാനും പ്രശാന്തവും സംതൃപ്തമായ മനസ്സോടുകൂടി അവിടുത്തെ ഇഷ്ടം ചെയ്ത് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ശക്തിയുള്ളവരാക്കി തീർക്കണമെന്ന് യേശുമിശിഹാ മൂലം അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്നത്തേക്കായുള്ള വിശുദ്ധ സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള തിരുവചന വേദഭാഗം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള തിരുവചന വേദഭാഗം. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി, നാം തടാകത്തിന്റെ അക്കരെ പോക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്കൽ ചെന്നു. നാഥാ, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു ശാന്തത ഉണ്ടായി. പിന്നെ അവരോട്, നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടോ, ഇവനാർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. ഇവിടെ ഇന്നത്തേക്ക് ആവശ്യമാകുന്ന തിരുവചന വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. നമ്മുടെ വിശ്വാസം ഒരിക്കൽ കൂടെ നമുക്ക് ദൈവസന്നിധിയിലേറ്റ് പ്രസ്താവിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ ആരാധനക്രമം 22-ാം പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യമറിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപാമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനകൾക്കായി നമുക്കൊരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവജനം ദൈവത്തോട് ചേർന്ന് നിന്നു. കൽപ്പനകൾ പ്രമാണിച്ച ഇടങ്ങളിലെല്ലാം ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായി തീർന്നു. പ്രതിസന്ധികൾ ഒഴിഞ്ഞ ജീവിതമല്ല ഭക്തന്മാരുടേത്. പ്രതിസന്ധികളുടെ വഴിവക്കിൽ ആ പ്രതിസന്ധികളുടെ പരിഹാരമൊരുക്കി ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ വചനത്താൽ ഭക്തന്മാർക്ക് മാതൃക അവിടുന്ന് പകർന്നു. സഭ നൽകുന്ന കൂട്ടായ്മകളിലൂടെ ബലപ്പെടുവാനും കൂട്ടായ്മ ജീവിതത്തിന്റെ ശക്തിയെ അനുഭവിപ്പാനും ഇന്നും ഞങ്ങൾക്ക് ആലയമൊരുക്കുന്ന ആരാധന രീതികൾക്കായി ദൈവസന്നദ്ധയിൽ സ്തോത്രം കരയേറ്റുന്നു. ആരാധനകളിൽ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ തുടർന്നും ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. സഭയെ നയിക്കുന്ന പുരോഹിത കുടുംബങ്ങളെ അവിടുത്തെ കൃപയുടെ മറവിൽ ഇന്നോളം കരുതി തുടർന്നും അവിടുന്ന് ശക്തീകരിച്ചാലും സഭാ കമ്മിറ്റികളായി വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവിന്റെ കൃപാകടാക്ഷം കൂടെയിരിക്കണമേ. പ്രായോഗിക തലങ്ങളിൽ പ്രാർത്ഥനയോടെ ബലപ്പെടുവാൻ ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ബലപ്പെടുത്തി വഴി നടത്തിയാലും ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന കുടുംബ ജീവിതങ്ങൾക്കായി സ്തോത്രം. ദൈവ സാന്നിധ്യവും ദൈവിക സംരക്ഷണവും ദൈവിക കരുതലും അനുഭവിക്കുന്ന കുടുംബ ജീവിതങ്ങളായി ബലപ്പെടുവാൻ അവിടുന്ന് സഹായിക്കുന്നല്ലോ. പ്രാർത്ഥനയാൽ ബലപ്പെടുന്ന നിമിഷങ്ങളാക്കി തുടർന്നും അവിടുന്ന് വഴി നടത്തണമേ. ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടുകൂടെ ബലപ്പെട്ട കുടുംബ ജീവിതങ്ങളെല്ലാം അവരുടെ മുൻപിൽ അവർ അഭിമുഖീകരിച്ച എല്ലാ പ്രയാസങ്ങൾക്കും മറുപടിയായി ഉത്തരമായി അവർക്ക് അനുഭവിപ്പാൻ ദൈവകൃപ അവരോട് കൂടെയിരുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ പലവിധമായ ഭാരങ്ങളും പ്രയാസങ്ങളും നിലനിൽക്കുന്ന ഇടങ്ങളുണ്ട്. അവിടങ്ങളിലെല്ലാം നാഥാ അങ്ങയുടെ കൃപ ലഭ്യമായി തീരണമേ. കരുതുന്ന ദൈവത്തിന്റെ സാന്നിധ്യം തുടർന്നും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് അനുഭവിപ്പാൻ അവിടുന്ന് കൃപയേകിയാലും അനുഗ്രഹിച്ചാലും എന്ന് പ്രാർത്ഥിക്കുന്നു. ദാനമായി നൽകിയ കൊച്ചു മക്കളെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പഠന രീതികളിലെല്ലാം ദൈവകൃപ കൂടെയിരിക്കണമേ. ലഭ്യമാകുന്ന സാഹചര്യങ്ങളിൽ ചുട്ടയായി പഠിക്കുവാൻ മേന്മയോടുകൂടെ പഠിച്ചു വളരുവാൻ അവിടുന്ന് കൃപയേകണമേ. യുവ സഹോദരങ്ങളെയും അവിടുത്തെ കൃപ ലഭ്യമാക്കി തീർത്ത് സമൂഹത്തിൽ സാക്ഷ്യത്തോടെ ബലപ്പെടുവാനും ദൈവാശ്രയത്തിൽ നിൽക്കുന്ന തലമുറക്കാരായിരിക്കാൻ സഹായിച്ചാലും വാർദ്ധക്യ മാതാപിതാക്കന്മാരെ തുടർന്നും അവിടുന്ന് കൃപയുടെ കരങ്ങളിൽ വഹിച്ചുകൊള്ളണമേ. പ്രയാസങ്ങളും ക്ഷീണങ്ങളും അനുഭവിക്കുന്ന പ്രിയമുള്ളവരുണ്ട്. തുടർന്നും ദൈവകൃപ അധികം അനുഭവിക്കുന്ന നിമിഷങ്ങളായും ദൈവിക സംരക്ഷണത്തിൽ ബലപ്പെടുന്ന ദിനങ്ങളായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. തലമുറക്കാർക്ക് വേണ്ടി, കുഞ്ഞു തലമുറക്കാർക്ക് വേണ്ടി, ദേശത്തിൽ രോഗശമനത്തിനു വേണ്ടി പ്രാർത്ഥനയിൽ ബലപ്പെടുന്ന നിമിഷങ്ങളാക്കി തീർക്കുവാൻ പ്രിയമുള്ളവരെ അവിടുന്ന് ശക്തീകരിച്ചാലും വിവിധ തൊഴിൽ മേഖലകൾ ക്രമീകരിക്കുന്നവരുണ്ട്. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയമുള്ളവരുണ്ട്. വിവിധ ഗവൺമെന്റ് തലങ്ങളിൽ സേവനം കാഴ്ചവെക്കുന്ന പ്രിയമുള്ളവരുണ്ട്. എല്ലാവരെയും അവിടുന്ന് കൃപയുടെ മറവിൽ മറച്ചുകൊള്ളണമേ. അവർ ആയിരിക്കുന്ന അധ്വാന മേഖലകളിലെല്ലാം ദൈവം നൽകുന്ന സാന്നിധ്യവും സംരക്ഷണവും അനുഭവിപ്പാനും ദൈവിക കരുതൽ അനുനിമിഷം അനുഭവിക്കുന്നവരായി തീരുവാൻ അവിടുന്ന് കൃപയൊരുക്കിയാലും ബലപ്പെടുത്തിയാലും കർത്താവിന്റെ കൃപാകടാക്ഷം എല്ലാ നാളും എല്ലാ സ്ഥലങ്ങളിലും അനുഭവിപ്പാൻ പ്രിയമുള്ളവരെ അവിടുന്ന് ശക്തീകരിക്കണമേ. രാജ്യ സേവനത്തിലായിരിക്കുന്നവരുണ്ട്. പഠന സംബന്ധമായി വിദൂരങ്ങളിലായിരിക്കുന്ന പ്രിയമുള്ളവരുണ്ട്. അവർ ആയിരിക്കുന്ന ഇടങ്ങളിലും നാഥന്റെ കൃപ ലഭ്യമായി തീർന്ന് കരുതി വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭാവസ്ഥകളിലായിരിക്കുന്ന പ്രിയമുള്ളവർ ഓർക്കട്ടെ, അവരുടെ ഈ നാളുകളിലെ പരിചരണങ്ങളിലൊക്കെയും ദൈവകൃപ കൂടെയിരിക്കണമേ. തക്ക സമയത്ത് അനുഗ്രഹപ്രദമാകുന്ന ശിശു അനുഗ്രഹ ഭാഗ്യം പ്രിയ കുടുംബങ്ങൾക്ക് പ്രദാനം ചെയ്ത് അവിടുന്ന് വഴി നടത്തിയാലും കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ നടത്തുകയും ഉഭയസമ്മതത്തോടെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ഒരുങ്ങുകയും ചെയ്യുന്ന പ്രിയമുള്ളവരെ ഓർക്കുന്നു. കർത്താവിന്റെ കൃപാകടാക്ഷം കൂടെ ഇരിക്കണമേ. അനുഗ്രഹപ്രദമായ കുടുംബ ജീവിതങ്ങൾ ആരംഭിപ്പാൻ പ്രിയമുള്ളവരെ അവിടുന്ന് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് പൂർത്തീകരിപ്പാനും പ്രാർത്ഥനയാൽ പ്രതിഷ്ഠിപ്പാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളെ ഞങ്ങൾ ഓർക്കട്ടെ. കാര്യങ്ങൾ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ക്രമീകരിപ്പാനും സമയബന്ധിതമായവയെ പൂർത്തീകരിപ്പാനും അതിൽ പാർക്കുവാനുമുള്ള കൃപ
അവിടുന്ന് പ്രദാനം ചെയ്ത് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പകർച്ചവ്യാധിയുടെ പിടിയിൽ അമർന്നുപോയി കഴിഞ്ഞ നാളുകളിൽ അവിടുന്ന് നൽകിയ സൗഖ്യവുമായി ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയമുള്ളവർ ഓർക്കുന്നു. തുടർന്ന് ഒരു ശാരീരിക ബലഹീനതകളും വീഴ്ന്നു പോകാതിരിപ്പാൻ, തുടർന്ന് ലഭ്യമാകുന്ന നന്മകൾ അനുഭവിപ്പാൻ അവിടുന്ന് കൃപയിരിക്കണമേ. ദൈവ സാന്നിധ്യവും ശക്തിയും കൂടെ ഇരിക്കണമേ. പല കുടുംബങ്ങളിലും പകർച്ചവ്യാധിയുടെ പിടിയിൽ നിന്ന് സൗഖ്യം ലഭ്യമായെങ്കിലും പലവിധമായ ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നു. സൗഖ്യദായകനായി അവിടുന്ന് കൂടെ ഇരുന്നാലും ബലപ്പെടുത്തിയാലും ഈ നാളുകളിൽ ചികിത്സകളിലായിരിക്കുന്ന പ്രിയമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. സുലോചന പ്രിയ മാതാവിന് തുടർന്നും സൗഖ്യമായി അവിടുന്ന് വ്യാപരിക്കണമേ. വിക്ടർ അച്ചു ഹൗസ് പ്രിയ പിതാവിനെയും കുടുംബത്തെയും തലമുറക്കാരെയും ഞങ്ങൾ ഓർക്കുന്നു. സൗഖ്യദായകനാകുന്ന ദൈവത്തിന്റെ ശക്തി അധികം അനുഭവിക്കുന്ന നിമിഷങ്ങളായി തീരുവാൻ അവിടുന്ന് പ്രിയ കുടുംബത്തെ തലമുറക്കാരെ അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റു ചികിത്സകളിലായിരിക്കുന്ന പ്രിയമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവിടുന്ന് നൽകുന്ന സൗഖ്യത്തിന്റെ അളവ് അനുദിനം പ്രാപിക്കുന്നവരായി തീരുവാൻ കൃപ പകരണമേ. ശശിധരൻ, ദീപാഞ്ചിത പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവിനെയും പ്രിയ വൈതലിനെയും അവിടുന്ന് തുടർന്നും കൃപയുടെ മറവിൽ മറച്ച് സൗഖ്യത്തോടെ കാത്തുകൊള്ളണമേ. പ്രകാശ് മാവറത്തലക്കൽ പ്രിയ സഹോദരനും നൽകി വരുന്ന സൗഖ്യങ്ങൾക്കായി സ്തോത്രം. അനുദിനം ആരോഗ്യം വീണ്ടെടുക്കുവാൻ, ദൈവാശ്രയത്തിൽ ബലപ്പെടുന്ന നിമിഷങ്ങളായി തീരുവാൻ നാഥ അവിടുന്ന് കൃപയിരിക്കണമേ. ഞങ്ങളുടെ ദേശത്തിലുള്ള എല്ലാ ഇടവകകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുദിനം പ്രാർത്ഥനകളിൽ ബലപ്പെടുന്ന നിമിഷങ്ങളായി തീരുവാൻ, ഒരുമിച്ച് പ്രാർത്ഥനയിൽ ബലപ്പെടുന്ന വേളകളിലെല്ലാം ദേശത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാനും പകർച്ചവ്യാധികളും അനർത്ഥങ്ങളും ദേശത്തു നിന്ന് വിട്ടുമാറുന്നത് കാണുവാനും അനുഭവിപ്പാനും ഞങ്ങളുടെ കൊച്ചു കൊച്ചു കൂട്ടായ്മകൾ അവിടുന്ന് കൃപയൊരുക്കി വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിലുള്ള ഓരോ ഇടവകളിലും ഓരോ ആരാധനകൾ ക്രമീകരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അർത്ഥവത്തായി അനുഭവിക്കുന്ന നിമിഷങ്ങളാക്കുവാൻ നാഥ അവിടുന്ന് കൃപയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പകർച്ചവ്യാധിയിൽ നിന്ന് ഞങ്ങളുടെ ദേശത്തെയും രാജ്യത്തിനും ഫലപ്രദമായിട്ടുള്ള ഒരു ശമനവും സൗഖ്യവും ലഭ്യമായി തീരുവാൻ നാഥ കൃപ അവിടുന്ന് പകരണമേ. മഹാ ഇടവകയും അതിന്റെ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. സാക്ഷ്യ ജീവിതത്തിൽ ബലപ്പെടുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെപ്പാൻ, അനേകർക്ക് ആശ്വാസമായി അനേകരെ ബലപ്പെടുത്തുന്ന ശുശ്രൂഷാതലങ്ങളിലേക്ക് നിലനിൽക്കുവാൻ അവിടുന്ന് കൃപയൊരുക്കണമേ, ബലപ്പെടുത്തണമേ. മിഷൻ വയലേലകളിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർക്കുന്നു. പലയിടങ്ങളിലും കാര്യങ്ങൾ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുവാൻ സാധിക്കാതെ ഭാരപ്പെട്ടു പോകുന്ന ഇടങ്ങളിൽ നാഥന്റെ കരം പിടിച്ചുകൊള്ളുന്നത് കർത്താവിന്റെ സന്നദ്ധയിൽ വിനയപ്പെടുവാനും ബലപ്പെടുവാനും ദൈവിക നടത്തിപ്പ് അനുഭവിപ്പാൻ അവിടുന്ന് കൃപയൊരുക്കണമേ. പലയിടങ്ങളിലും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഏറെയായിത്തീരുന്ന വേളകളിൽ നാഥ അവിടുന്ന് കൃപയൊരുക്കണമേ. കാര്യങ്ങൾ ക്രമമായി കൊണ്ടുപോകുവാനുള്ള സാധ്യതകൾ അവിടുന്ന് തുറന്ന് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും നടക്കുന്ന ഓരോ ആരാധനകളെയും ഞങ്ങൾ ഓർക്കുന്നു. ആരാധനകളിലൂടെ ജനം ബലപ്പെടുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ അവിടുന്ന് കൃപയൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലയത്തെയും ഒന്നുകൂടെ തിരുസന്നിധിയിലേക്ക് ഓർക്കുന്നു. ആലയത്തിലെ ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് കാത്തുകൊള്ളണമേ. പലവിധമായ ഭാരങ്ങളുണ്ട്, പലവിധമായ വിഷമങ്ങളുണ്ട്, പലവിധമായ ഭാരങ്ങളാലും പകച്ചു പോകുന്ന ഇടങ്ങളിൽ നാഥന്റെ കൃപ ലഭ്യമായി തീരണമേ. കരം പിടിച്ചു വഴി നടത്തുന്ന ദൈവകൃപ പലപ്പോഴായി അനുഭവിപ്പാൻ അവിടുന്ന് തുടർന്നും ഞങ്ങളെ ശക്തീകരിക്കണമേ. ഇന്നത്തെ വചന കേൾവി ഞങ്ങൾക്ക് അവിടുന്ന് അനുഗ്രഹിച്ച് പ്രദാനം ചെയ്താലും വചനം സംസാരിക്കുന്ന പ്രിയ അച്ഛനെയും അവിടുന്ന് ശക്തീകരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ വന്നു പോകുന്ന കുറവുകൾ കൃപയാൽ അവിടുന്ന് ക്ഷമിക്കണമേ. മാനമൗത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരയണമേ. തിരുയിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ അക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാവോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷകിടത്താ സന്തോഷത്തെ പിടിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 428 ഗീതം പാടി വചന കേൾവിക്കായി നമുക്ക് ഒരുങ്ങാം. 428 ഗീതം പാടിയതിനു ശേഷം ഇന്നത്തേക്ക് ആവശ്യമാകുന്ന തിരുവചന സന്ദേശം സ്നേഹവും ബഹുമാനമുള്ള റവറൻഡ് ഡോക്ടർ LG സാംജി സച്ചിനിൽ നിന്ന് നമുക്ക് കേൾക്കാവുന്നതാണ്.
വിനയമുള്ളൊരു ഹൃദയമെന്നിൽ മെനഞ്ഞിടേണമേ ദൈവമേ. അനുദിനം തവ ഭാവമെന്നിൽ വിളങ്ങിടാൻ കൃപയേകിടും. ദിനം ദിനം ഞാൻ ദൈവമേ മറന്നു പോയി നിന്നാരങ്ങൾ സ്വാശ്രയത്തിൽ നിഗളിയാൻ സ്നേഹവാനെ ക്ഷമിക്കണേ. നയനങ്ങൾ മൂടി ഇരുളിലാക്കിയ ജീവിതം, കോപമെന്നതരങ്ങൾ മൂടി പരുഷമാക്കിയ മൊഴികളെ. ദിനം ദിനം ഞാൻ ദൈവമേ മറന്നു പോയി ഗാനങ്ങൾ സ്വാശ്രയത്തിൽ നിഗളിയാൻ സ്നേഹവാനെ ക്ഷമിക്കണേ. ഞാൻ നന്മ കാണാൻ തുറന്ന മനസ്സെനിക്കേകുക, എന്നിലേയില്ലായ്മ കാണാൻ ആത്മദർശനമേകുക. ദിനം ദിനം ഞാൻ ദൈവമേ മറന്നു പോയി ഗാനങ്ങൾ സ്വാശ്രയത്തിൽ നിഗളിയാൻ സ്നേഹവാനെ ക്ഷമിക്കണേ. വിനയമുള്ളൊരു ഹൃദയമെന്നിൽ മെനഞ്ഞിടേണമേ ദൈവമേ. അനുദിനം തവ ഭാവമെന്നിൽ വിളങ്ങിടാൻ കൃപയേകിടും. പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ കർത്താവേ, വിശുദ്ധ ദിവസത്തിലെ ആരാധനയിൽ ഞങ്ങൾ ചിന്തിക്കുന്ന ദൈവത്തിന്റെ വചനം ഞങ്ങൾക്ക് ആശ്വാസവും സൗഖ്യവും വിടുതലും അനുഗ്രഹമായി തീരാൻ ദൈവകൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനായ അടിയന്റെ വായിലെ വാക്കുകളും അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും ദൈവമേ അങ്ങേക്ക് പ്രസാദകരമായിരിക്കാൻ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്നേഹവും ബഹുമാനമുള്ള റവറൻഡ് അനീഷ് എൽ സുജനച്ചൻ, വന്യരായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം. ഇന്ന് ചിന്തയ്ക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന വിഷയം സൃഷ്ടിയും ദൈവമഹത്വം പ്രഘോഷിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ വർഷവും ജൂൺ മാസം 5-ാം തീയതി ഇന്റർനാഷണൽ എൻവയോൺമെന്റൽ ഡേ ആയിട്ട് ആചരിച്ചു വരുന്നത് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. സൃഷ്ടിയുടെ കർത്താവും പരിപാലകനും ദൈവമാണ്.
പ്രപഞ്ച സൃഷ്ടാവായ ദൈവം സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ സൃഷ്ടിച്ചു. സൃഷ്ടിക്കപ്പെട്ട സകലവും വിവിധ മുഖാന്തരങ്ങളിലൂടെ സൃഷ്ടാവായ ദൈവത്തിന്റെ മഹത്വത്തെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സങ്കീർത്തനക്കാരൻ തന്റെ വാക്കുകളിലൂടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. 19-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പ്രപഞ്ചം ദൈവത്തിന്റെ കരവിരുതാണ്. 8-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വച്ചിരിക്കുന്നു. ദൈവത്തിന് അവകാശപ്പെട്ട അല്ലെങ്കിൽ ദൈവത്തിന്റെ അധീനതയിലുള്ള പ്രപഞ്ചവും പ്രകൃതിയും എല്ലാം ദൈവം മനുഷ്യന് ദാനമായിട്ട് നൽകിയിരിക്കുന്ന സമ്മാനമാണ്. സൃഷ്ടിയെ പരിപാലിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന ദർശനത്തോടുകൂടെ ഈ കാലഘട്ടത്തിന്റെ ശ്രേഷ്ഠത, പ്രത്യേകത മനസ്സിലാക്കി നാം ഈ നാടുകളിൽ സൃഷ്ടി ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്ന തലത്തിൽ സൃഷ്ടിയെ സംരക്ഷിക്കുന്നവരായിട്ട്, അതിനെ പരിപാലിക്കുന്നവരായിട്ട് മാറേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇന്ന് നാം 2 ചിന്തകളാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദൈവിക മഹത്വത്തിന്റെ ശ്രേഷ്ഠത സൃഷ്ടിയിൽ വെളിപ്പെട്ടു എന്നുള്ളതാണ്. സൃഷ്ടിയിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ മഹത്വം എന്നത് വളരെ ശ്രേഷ്ഠമേറിയതാണ്. അമേരിക്കയിൽ കോടീശ്വരനായിരുന്ന, പിന്നത്തേതിൽ മാനസാന്തരപ്പെട്ട റോക്ക്ഫെല്ലർ സൃഷ്ടിയെക്കുറിച്ച് ഇപ്രകാരം വർണ്ണിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അയാൾ ഇപ്രകാരം രേഖപ്പെടുത്തി: ദൈവത്തിന്റെ സൃഷ്ടിയുടെ മാഹാത്മ്യത്തെ കണ്ട് താൻ അറിയാതെ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒരു ചെടിയിൽ തന്നെ മനോഹരമായ പൂക്കൾ, സുഗന്ധം, തേനിവയെല്ലാം മനുഷ്യനും ഈ പ്രപഞ്ച സൃഷ്ടികൾക്കും ആനന്ദം നൽകുന്നതാണ്. മനോഹരമായ കാടുകളും കാട്ടാറുകളും മലകളും താഴ്വാരങ്ങളും ചെടികളും മണൽത്തരികളാൽ വരമ്പ് തീർത്ത കടലും ആറുകളും പർവ്വതനിരകളും എത്രേ സുന്ദര ഭൂമിയാക്കി ഈ പ്രപഞ്ചത്തെ മാറ്റിയിരിക്കുന്നു. പ്രകൃതി തന്നെ കണ്ണുകൾക്ക് എത്രമാത്രം ആനന്ദം പകരുന്നു എന്ന് നമുക്ക് ഈ നാടുകളിൽ കണ്ട് അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ്. സൃഷ്ടിയിൽ വെളിപ്പെട്ട ദൈവത്തെക്കുറിച്ച് സ്തുതിച്ച് വർണ്ണിക്കുന്ന സങ്കീർത്തനങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. അവയൊക്കെയും തന്നെ ഈ സൃഷ്ടിയിൽ വെളിപ്പെട്ട ദൈവമഹത്വത്തിന്റെ ശ്രേഷ്ഠതയാണ് വിവരിക്കുന്നത്. പ്രകൃതിയും അതിലെ വിഭവങ്ങളും മനുഷ്യന് ഔഷധമാണ്. സൃഷ്ടികർത്താവായ ദൈവം പ്രകൃതിയിൽ തന്നെ മനുഷ്യന്റെ ആരോഗ്യം, സൗഖ്യം, അനുഗ്രഹത്തിന് ആവശ്യമായതെല്ലാം
ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് ശ്രേഷ്ഠമായ സംഗതിയാണ്. ദൈവത്തിൻ്റെ കരുതൽ എത്രമാത്രം എന്നതിനെക്കുറിച്ച്, സൃഷ്ടിയുടെ മാഹാത്മ്യം എത്രമാത്രം എന്നതിനെക്കുറിച്ച് രവീന്ദ്രനാഥ് ടാഗോർ ഗീതാഞ്ജലി എന്ന തന്റെ കവിതാ സമാഹാരത്തിൽ മനോവസനം കൊണ്ട് ചിന്താഭാരമുള്ളവരായി നാം മാറരുത് എന്നും, നാം ജനിക്കും മുമ്പേ നിനക്കായി നിന്റെ അമ്മയുടെ മാർവിടത്തിൽ പോഷകാഹാരമായ പാൽ ഒരുക്കി പോഷിപ്പിക്കുന്ന ദൈവം എത്ര മഹത്വമുള്ളവനാണ് എന്ന് നീ തിരിച്ചറിയണമെന്ന് അയാൾ തന്റെ കവിതയിൽ എഴുതിയതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. വേദപുസ്തകത്തിൽ തന്നെ ഇസ്രായേൽ ജനത്തെ വിടിവിച്ച് വഴി നടത്തിയ ദൈവം മരുഭൂമിയിൽ മന്ന നൽകി പോഷിപ്പിച്ച സംഭവം നമുക്ക് അറിവുള്ളതാണ്. സങ്കീർത്തനക്കാരൻ 24 അതിന്റെ 1 പറയുന്നു, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും ദൈവത്തിനുള്ളതാണ്. സൃഷ്ടിക്കപ്പെട്ട സകലവും ദൈവമഹത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അത് ഭൂമിയിലൊക്കെയും അതിശ്രേഷ്ഠമായിരിക്കുന്നു എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. വളരെയേറെ കാര്യങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും കഴിയും. എന്നാൽ ഇന്നേ ദിവസത്തിൽ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമതായി, പ്രകൃതി സംരക്ഷണത്തിന് ദൈവത്തിന്റെ പ്രതീക്ഷ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനാണ് ദൈവം അർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് നാം പാഠമായിട്ട് വായിച്ചു കേട്ട ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 22 മുതൽ 25 വരെയുള്ള വേദഭാഗത്ത് ഒരു സംഭവം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവും ശിഷ്യന്മാരും പടകിൽ സഞ്ചരിച്ച തടാകത്തിൽ രൂപപ്പെട്ട കാറ്റിന്റെ അതിരൂക്ഷമായ അവസ്ഥയിൽ പടക് തകരുമാറായി അവർ ആ പടക് താണുപോകുന്ന അവസ്ഥയിൽ ശിഷ്യന്മാർ പടകിൽ വിശ്രമിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ വിളിച്ചുണർത്തുകയും ഞങ്ങൾ നശിച്ചു പോകുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. അത് വളരെ ശാന്തമായി നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ നമ്മൾ നോക്കുമ്പോൾ സൃഷ്ടാവായ ദൈവത്തെ എപ്പോഴും അനുസരിക്കുന്ന അനുഭവം നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. മറ്റൊന്ന്, നശിച്ചു പോകുന്ന സകലത്തെയും സംരക്ഷിക്കുവാൻ ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നമുക്ക് അനിവാര്യമാണെന്ന് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. യേശു തന്നെ അവിടെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി? സങ്കീർത്തനം 8-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, നീ മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ച് ഈ പ്രപഞ്ചത്തിന്റെ പരിപാലന ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു. ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടതായ മനുഷ്യൻ നിസ്സാരനല്ല എന്ന് ശാസ്ത്രം തന്നെ അംഗീകരിച്ചിരിക്കുന്ന ഒന്നാണ്. അവന്റെ മഹത്വം ദൈവീക ഛായയായ മനുഷ്യൻ ദൈവത്തിന്റെ സാദൃശ്യത്തിലേക്ക് വളരുമ്പോഴാണ് സൃഷ്ടിയുടെ പൂർണ്ണത കൈവരിക്കുന്നത് എന്ന് സഭാപിതാവായ ഒറിജിൻ അഭിപ്രായപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും.
മനുഷ്യന്റെ നിലനിൽപ്പും വളർച്ചയും പരസ്പര ബന്ധത്തിലും ആശ്രയത്തിലും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവദൂതന്മാരുടെ എല്ലാവിധമായ ശക്തിയോടും ചൈതന്യത്തോടും കൃപയോടും കൂടെ സൃഷ്ടിക്കപ്പെട്ടവനെന്ന് തിരുവെഴുത്തുനിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ മകുടമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അനേകം കൗതുകങ്ങളുടെ കലവറയാണ്. സൈക്കോട്ട് എന്ന ഏക കോശം വിഭജിച്ച് പല കോശങ്ങളായി മാറി ആ ഓരോ കോശങ്ങളിൽ നിന്നും ഓരോ അവയവങ്ങളും ഉണ്ടാകുന്നു. അതിലേതെങ്കിലും കോശം വിഘടിക്കാതിരുന്നാൽ ആ അവയവം ശരിയായ രീതിയിൽ രൂപം പ്രാപിക്കുകയില്ല. ഈ പ്രതിഭാസം ശാസ്ത്ര ലോകത്തിന് ഇന്നും അജ്ഞതയായിട്ട് തന്നെ കാണുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെയാണ് സൃഷ്ടിയുടെ മകുടമായി ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ മഹാത്മ്യത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ആ മഹാത്മ്യത്തെ നാം തിരിച്ചറിയുകയും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഈ സൃഷ്ടിയുടെ സംരക്ഷകരായിട്ട് എന്നും പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. ഒരു മനുഷ്യന്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനമായ ഘടകങ്ങളെന്നത് പ്രാണവായുവും ദാഹജലവും ഭക്ഷണവുമാണ്. ഇതെല്ലാം ദൈവം ഈ പ്രകൃതിയിൽ തന്നെ ഒരുക്കി നൽകിയിട്ടാണ് ഈ പ്രകൃതിയിലെ കാവലാളാക്കി ദൈവം മനുഷ്യനെ നിയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്ത് അതിന് മലിനമാക്കുന്ന അനുഭവമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാടുകളിൽ പല നിലകളുള്ള മാലിന്യങ്ങൾ ഈ പ്രകൃതി രമണീയമായ നിലകളിലും തലങ്ങളിലും ഭൂമിയിലും ഒക്കെ അടിഞ്ഞ് അത് മനുഷ്യനു തന്നെ ദോഷമായി തീരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, ജൈവമാലിന്യങ്ങൾ, ഇലക്ട്രിക് മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, പ്രകൃതിയെ മലിനമാക്കുന്ന അനുഭവം, ഇങ്ങനെ തുടങ്ങി പല നിലകളിൽ ഇന്ന് ഈ പ്രകൃതി മലിനമാക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ പ്രളയവും പ്രകൃതിക്ഷോഭങ്ങളും പകർച്ചവ്യാധികളുമൊക്കെ മനുഷ്യനെ കവർന്നെടുക്കുന്നതായി, കാർന്നു തിന്നുന്നതായി, അവന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ കാലഘട്ടത്തിൽ നാം അനുഭവിച്ച് അറിയുന്ന ഒന്നാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് പ്രാണവായു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ന് നാം നോക്കുമ്പോൾ പ്രകൃതിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നത് എല്ലാ ജീവജാലങ്ങളുടെയും നാശത്തിന് ഇടയാക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തന്നെ ദൈവം ഈ പ്രകൃതിയിൽ പ്രാണവായുവായി നൽകപ്പെട്ടിരിക്കുന്ന ഓക്സിജന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓക്സിജൻ ഇല്ലാതെ, പ്രാണവായു ഇല്ലാതെ 3 മിനിറ്റുകൾ മാത്രമാണ് ഒരു മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് എന്ന് ശാസ്ത്രം അവകാശപ്പെടുന്നു. ഈ ദിനങ്ങളിലും ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിലും വളരെയേറെ പ്രത്യാഘാതങ്ങൾ
ഓക്സിജൻ കുറവ് മൂലം ഉണ്ടായത് നാം കേൾക്കുകയും കാണുകയും ചെയ്തതാണ്. അപ്പൊ ഇവിടെയും പ്രകൃതിയിൽ ദൈവം ഈ പ്രാണവായുവിനെ സൗജന്യമായിട്ട് നൽകിയിരിക്കുമ്പോൾ അതിനെ മലിനമാക്കാതെ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് അതിന്റെ ഉൽപാദനം ഓരോ നാളും വർദ്ധിപ്പിച്ച് നമുക്കും നമ്മുടെ തലമുറയ്ക്കും പ്രാണവായുവിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ലഭ്യമായിത്തീരുന്ന അനുഭവം നാം കൈവരിക്കേണ്ടതുണ്ട്. നാം ഇന്ന് കേട്ടതുപോലെ തന്നെ മനുഷ്യന്റെ നിലനിൽപ്പിന് രണ്ടാമത് ആവശ്യമായത് ശുദ്ധജലമാണ്. ദൈവം മനുഷ്യന് ശുദ്ധജലം നൽകിയെങ്കിലും ഇന്ന് മനുഷ്യനതിനെ വിഷമയമാക്കി. ഈ ശുദ്ധജലത്തിന് വേണ്ടിയിട്ട് ഇന്ന് അതിന്റെ ലഭ്യത കുറഞ്ഞിരിക്കുന്നതും പല നിലകളിൽ ശുദ്ധജലം ക്ഷാമം നേരിടുന്ന അനുഭവങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരാളെ സംബന്ധിച്ച് 5 ദിവസം മാത്രമേ ശുദ്ധജലം അല്ലെങ്കിൽ ജലം ഇല്ലാതെ ജീവിക്കാനായിട്ട് കഴിയൂ എന്നുള്ളതാണ്. പ്രാണവായു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന് ശുദ്ധജലം ആവശ്യമാണ്. അത് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്ന് തന്നെ. ദൈവം മനുഷ്യന് ഈ ശുദ്ധജലം നൽകി. എന്നാൽ മനുഷ്യനതിനെ വിഷമയമാക്കി തീർത്തു. ഇന്ന് ശുദ്ധജലം ലഭിക്കാത്ത അവസ്ഥ സംജാതമായിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ജലമില്ലാതെ 5 ദിവസം മാത്രമേ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ജീവിക്കാനായിട്ട് കഴിയൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മഴ സംഭരണികൾ നമുക്ക് ശുദ്ധജലം ലഭ്യമാക്കി തീർക്കുന്നതിന് നാം തന്നെ നമുക്ക് പ്രകൃതിയിൽ നൽകപ്പെട്ടിരിക്കുന്ന തടാകങ്ങളെയും ആറുകളെയും മറ്റൊന്നിനെയും നാം മാലിന്യങ്ങൾ കൊണ്ട് നിറയ്ക്കാതെ ശുദ്ധമായിട്ട് പരീക്ഷിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. മൂന്നാമത്തെ ഘടകമായിട്ടുള്ളത് ഭക്ഷണമാണ്. അത് ഈ മണ്ണിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള എല്ലാ അവസരവും ദൈവം നമുക്കായിട്ട് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഒരുക്കി എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് കീടനാശിനിയുടെ അമിതമായ കടന്നുകയറ്റം, ഈ നാം ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ മായം ചേർക്കൽ, ഇവയെല്ലാം തന്നെ ആരോഗ്യപരമായിട്ട് മനുഷ്യനെ തളർത്തുകയും മാരകമായ രോഗങ്ങൾക്ക് വലിച്ചിഴയ്ക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് ക്രമാതീതമായിട്ട് ഇന്ന് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രാണവായു, ശുദ്ധജലം, ഭക്ഷണം, ഇവയൊക്കെ ദൈവം ഈ പ്രകൃതിയിൽ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുമ്പോൾ അത് മലിനപ്പെടാതെ വണ്ണം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നമ്മുടെ വരും തലമുറയ്ക്ക് ഈ ഭൂമിയിൽ നിലനിൽപ്പുള്ളൂ എന്ന് നാം തിരിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. ദൈവസൃഷ്ടിയും അതിൻ്റെ വിഭവങ്ങളെയും മനുഷ്യൻ ചൂഷണം ചെയ്യാതിരിക്കുക, അത് ഭാവി തലമുറയ്ക്ക് പ്രയോജനപ്പെടത്തക്ക രീതിയിൽ അതിനെ സംരക്ഷിക്കുക, പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. ആ പ്രകൃതിയുടെ സംരക്ഷണം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ നമുക്ക് ഈ നാളുകളിൽ പ്രവർത്തിക്കാം. നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ള പിന്മാറ്റം, ദൈവത്തിൽ നിന്നുള്ള
അകൽച്ചയായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് മനുഷ്യവംശത്തിന് നാശത്തിന് വഴി തെളിക്കുകയും ചെയ്യും. ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ വളരെ വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പരിസ്ഥിതി പഠന മേഖലയിൽ നിന്നും പഠനങ്ങളിലൂടെ രേഖപ്പെടുത്തിയ വാർത്തകളൊക്കെ നാം വായിക്കുകയും കേൾക്കുകയും ചെയ്തു. അതിലൊന്ന് ഇപ്രകാരമാണ്: പ്രകൃതി നിഗൂഢമായ ഒരു ഉണർവിലൂടെ കടന്നു പോകുന്നു. പ്രകൃതി ആന്തരികമായ ജീവിതക്രമത്തെ വീണ്ടെടുത്ത് പച്ചപ്പുകളിലേക്ക് ഉണരുന്നു എന്നാണ് കാണാൻ കഴിഞ്ഞത്. ഇന്ന് വായിക്കേണ്ടതായ വെളിപ്പാട് പുസ്തകം അതിന്റെ 21-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വേദഭാഗത്ത് യോഹന്നാനുണ്ടായ ദർശനത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന ഒരു ദർശനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രകൃതിയോടും പ്രകൃതി വിഭവങ്ങളെയും നാം സംരക്ഷിക്കേണ്ടതും അതിനെ എത്രമാത്രം പരിപാലിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വം എന്നത് അത് വെളിവാക്കി തരികയാണ് ചെയ്യുന്നത്. പുതിയ ആകാശവും പുതിയ ഭൂമിയും പണിയുവാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് സൃഷ്ടിയിൽ വെളിപ്പെട്ട ദൈവമഹത്വത്തിന്റെ ശ്രേഷ്ഠതയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ, അതിനെ ആദരിച്ചുകൊണ്ട് തന്നെ ദൈവം നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന പരിപാലനയുടെ ശുശ്രൂഷ, ആ പ്രവൃത്തി നമുക്ക് ഏറ്റെടുത്ത് നിറവേറ്റാം. അതിലൂടെ നമ്മിൽ പ്രതീക്ഷ അർപ്പിച്ച് പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മെ നിറവേറ്റിയിരിക്കുന്ന ദൈവത്തോടുള്ള നമ്മുടെ കടപ്പാട്, നമ്മുടെ എല്ലാവിധമായ പ്രവർത്തനങ്ങളിലെ പിന്തുണയും അതിന് ഉതകുന്നതായിട്ട് തീരട്ടെ. പ്രകൃതി സംരക്ഷിക്കാനായിട്ട് നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും ദൈവത്തിന് ഉള്ളതാകുന്നു. എത്ര മനോഹരമായാണ് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യന് നൽകിയിരിക്കുന്നത്. ശരിയായി അതിനെ പരിപാലിക്കാം, ശരിയായി അതിനെ സംരക്ഷിക്കാം. അതിലൂടെ ജീവന്റെ നിലനിൽപ്പിനും വരും തലമുറയുടെ അനുഗ്രഹത്തിനായി നമ്മെ തന്നെ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവിനാൽ ദൈവം അതിനുള്ള എല്ലാ കൃപയും തന്ന് നമ്മെ വഴി നടത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ. നേർച്ചകളായി അർപ്പിച്ചിരിക്കുന്നവർ: മിഷണറി ഫണ്ടിലേക്കായി നേർച്ചകൾ അർപ്പിച്ചിരിക്കുന്നത് ജോസ് ഡബ്ല്യു ആൻഡ് ഫാമിലി, ജി സ്റ്റാൻലി രാജ് ഡീക്കർ ആൻഡ് ഫാമിലി പ്രേംവില്ല, അനുരാജ് ആൻഡ് ഫാമിലി ജയദേവ ഭവൻ, പ്രേംരാജ് ആൻഡ് ഫാമിലി പ്രേംവില്ല. പൂർ ഫണ്ടിലേക്കായി നേർച്ചകൾ അർപ്പിച്ചിരിക്കുന്നത് സുമാഗി സുനിൽ നിവാസ്, ജി സ്റ്റാൻലി രാജ് ഡീക്കർ ആൻഡ് ഫാമിലി പ്രേംവില്ല, അനുരാജ് ആൻഡ് ഫാമിലി ജയദേവ ഭവൻ, പ്രേംരാജ് ആൻഡ് ഫാമിലി പ്രേംവില്ല. മറ്റ് നേർച്ചകളായി അർപ്പിച്ചിരിക്കുന്നത് വിനീത് രാജ് ബി കുന്നുവിളാകം ആരാധ്യ. പഠന സംബന്ധമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്കായി നേർച്ച അർപ്പിച്ചിരിക്കുന്നത് ഷിയ എസ് അനു, ജയദേവ ഭവൻ, കാർത്തിക്, രോഹിത് ജസ് നിവാസ്. വീഴ്ചയിലായിരുന്ന് ദൈവം നൽകി വരുന്ന സൗഖ്യത്തിനായും തുടർന്ന് സഭയുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് പ്രകാശ് മാവറത്തലയ്ക്കൽ. ദശാംശ വഴിപാട് അർപ്പിച്ചിരിക്കുന്നത് രാഗി മാവറത്തലയ്ക്കൽ.
ജന്മദിന കാണിക്കകൾ അർപ്പിച്ചിരിക്കുന്നത് വർഷ MS പ്രേംവില്ല, അനുരാജ് S ജയദേവ ഭവൻ, സജില അനുരാജ് ജയദേവ ഭവൻ, ജോസ് ചരുവിള, സുബിന ജോസ് ചരുവിള, സുവർണ വിവേക് ഏഞ്ചൽ. വരുന്ന ആഴ്ചക്കാലം ജന്മദിനം ആഘോഷിക്കുന്നവർ അഭിലാഷ് ചിറത്തലയ്ക്കൽ, ബിനിജ ജിതിൻ ഭവൻ, അജയ് ചുറ്റാലംകോട്, വിൽസൺ ഡി സവിൻ നിവാസ്, സരോജം സജി ഭവൻ, വിമല അകത്തോട്ടുകോണം, ജീന JS ജയഭവൻ, രാജി സുഭാഷ് ഭവൻ, അഭിൽ രാജ് അഭിൽ കോട്ടേജ്, സരോജം റോസ് ആർക്ക്, ആൻസ്വിൻ അനർഗ ഹൗസ്, എൽ ഷമുവേൽ സ്വപ്ന ഹൗസ്, അജിത കിടങ്ങുവിള, ഗ്ലോറിയ J ആശാ ഭവൻ, J സത്യനേശൻ ജയ് ഭവൻ, PS പ്രശാന്ത് ജയ് ഭവൻ, സുമംഗല ഷൈനി ഭവൻ, ഷീജ S അതുല്യ ഭവൻ. പ്രിയമുള്ളവർക്ക് സഭയുടെ എല്ലാ ജന്മദിനാശംസകളും ദൈവകൃപകളും നേർന്നുകൊള്ളുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ ശ്രീമതി രവി ശൈലജ അകത്തോട്ടുകോണം, അനുരാജ് സജില അനുരാജ് ജയദേവ ഭവൻ, ഷിബു ജോൺ ലിൻസി ഷിബു പുറത്തക്കാട്, എഡ്വിൻ രേഷ്മ എഡ്വിൻ ദാസ് ഉലാസ്. പ്രിയമുള്ള കുടുംബങ്ങൾക്ക് സഭയുടെ എല്ലാ വിവാഹ വാർഷികാശംസകളും ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സൃഷ്ടികർത്താവും ജീവന്റെ പരിപാലകനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, സൃഷ്ടിയുടെ മകുടമായി അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും ഇതിനെ പരിപാലിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ചെയ്തുവല്ലോ. ഈ പ്രപഞ്ചം സൃഷ്ടിയും ആകമാനം ദൈവമഹത്വത്തിന്റെ ശ്രേഷ്ഠതയത്രേ വെളിവാക്കുന്നത് എന്ന ചിന്തയോടും ദർശനത്തോടും കൂടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സകലതും മനുഷ്യ നന്മയ്ക്കും മനുഷ്യന്റെ നിലനിൽപ്പിനുമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ ദൈവം മനുഷ്യരിൽ അർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷയ്ക്കൊത്ത് ഈ പ്രകൃതിയെ സംരക്ഷിക്കുവാൻ ആവശ്യമായ എല്ലാ ദൈവകൃപയും അവിടുന്ന് ഞങ്ങൾക്ക് തന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിലൂടെ ഞങ്ങൾക്ക് വരുന്ന തലമുറയ്ക്കും ഈ ഭൂമിയിൽ ദൈവമൊരുക്കിയിരിക്കുന്ന പ്രകൃതിയിലെ വിഭവങ്ങളെ ധാരാളമായി അനുഭവിച്ചുകൊണ്ട് സന്തോഷത്തോടും ആരോഗ്യത്തോടും സൗഖ്യത്തോടും സമാധാനത്തോടും ദൈവകൃപയോടും കൂടെ വസിപ്പാൻ അവിടുന്ന് കൃപയേകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊന്നിനെയും മലിനമാക്കാതെ നാഥായി നാടുകൾ സംരക്ഷിക്കുവാൻ ആവശ്യമായ എല്ലാ ദൈവകൃപയും ഞങ്ങൾക്ക് തരണമേ. അത് ഞങ്ങളുടെ ജീവന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തുന്നതാണ് എന്നുള്ളത് തിരിച്ചറിവ് തന്ന് അനുഗ്രഹമായി ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാണവായുവും ശുദ്ധജലവും ഭക്ഷണവുമെല്ലാം ഞങ്ങൾക്ക് അങ്ങ് ധാരാളമായിട്ട് നൽകി അനുദിനം ഞങ്ങളെ പോഷിപ്പിക്കണമേ. ഇന്ന് ദൈവാസന്നിധിയിൽ കാഴ്ചകൾ, വഴിപാടുകൾ, നേർച്ചകൾ കൊണ്ടുവന്ന് മാസവരിയായും പ്രത്യേക സ്തോത്ര അർപ്പണമായും പൂർ ഫണ്ടിലേക്കും മിഷണറി കാണിക്കയായും ജന്മനാൾ കാണിക്കയായിട്ടൊക്കെ സമർപ്പിച്ച എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ അളവറ്റ ദാനങ്ങൾ എല്ലാവരുടെ മേലും ധാരാളമായിട്ട് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേർതിരിച്ച് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് അർപ്പിപ്പാൻ കർത്താവേയും ഒരുക്കത്തോടായിരിക്കുന്ന അങ്ങയുടെ മക്കളെയും ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കിയാൽ നന്ദി പറയുന്നു. ഈ വരുന്ന ദിനങ്ങളിൽ
ജന്മനാൾ ആചരിക്കുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ കൃപ പകരുകയും പുതിയ വർഷം ഏറ്റവും അനുഗ്രഹവും സൗഖ്യദായകവുമാക്കി തീർക്കണമേ. കുടുംബവർഷത്തിൽ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന മക്കൾക്ക് പുതിയ കുടുംബവർഷം ഏറെ സന്തോഷമുള്ളതാക്കി അങ്ങ് തീർക്കുകയും എല്ലാവിധമായ അനുഗ്രഹങ്ങളും അവിടെ നിന്ന് ദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിച്ച കർത്താവേ, ശുശ്രൂഷകരായ ഞങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. ദൈവത്തിന്റെ കൃപയും അളവറ്റതായ സ്നേഹവും സാന്നിധ്യവും അനുഗ്രഹവും കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് വഴി നടത്തണമേ. സാങ്കേതിക നിലയിൽ ഈ ആരാധനയെ കർത്താവെ ഭവനങ്ങളിൽ എത്തിക്കുവാൻ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എന്റെ മക്കളെ ഓർത്ത് സ്തോത്രം. അവരെയും ദൈവം ശക്തീകരിച്ച് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ. ആരാധന വന്നുപോയ കുറവുകളെ ഞങ്ങൾ ക്ഷമിക്കണമേ. ഈ നാടുകളിൽ കർത്താവ് എത്രയും വേഗം ഞങ്ങൾക്ക് ദൈവാലയങ്ങൾ തുറന്ന് ദൈവത്തെ ആരാധിച്ച് തിരുമേശയെങ്കിലും കൂട്ടായ്മ അനുഭവിപ്പാൻ കൃപയേകണമേ. ഞങ്ങളുടെ ദേശത്തെയും ഞങ്ങളുടെ രാജ്യത്തെയും അവിടുന്ന് സൗഖ്യമാക്കണമേ. യേശുവേ, അവിടുന്ന് സൗഖ്യമായി മാറണമേ. നിനക്ക് അതിജീവിച്ച് മുന്നേറുവാൻ ദൈവകൃപ പകരുന്നതുകൊണ്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. മഹത്വം ഏറ്റെടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സൃഷ്ടികർത്താവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ ദൈവമായ ആലോചനയും നടത്തിപ്പും നാം എല്ലാവരോടും ഇന്നും എന്നും കാലാവസരം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.